ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂറും 36 മിനിറ്റും മുൻപുള്ള സമയമാണ്. ഗായത്രി മന്ത്രം എടുത്ത് കയ്യിൽ വച്ചിട്ട് ഗ്ലാസ് കമിഴ്ത്തി വെക്കുക. കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൈ ഇങ്ങനെ കമിഴ്ത്തി വെക്കുക ഗ്ലാസിൻ്റെ മേളിൽ എന്നതിന് സങ്കല്പം ഇടുക. നേരത്തെ സങ്കല്പത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് സങ്കല്പം ഇട്ടാലും അത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഗർഭിണികൾ, പിന്നെ ചില കുട്ടികൾ, ചില അസുഖങ്ങളുള്ളവർ, ഇവരൊക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് ബലം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചില വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അതായത് ആധ്യാത്മിക രംഗത്ത് നിൽക്കുന്ന എല്ലാവരും പറയുന്ന കാര്യമാണ്, ബ്രഹ്മമുഹൂർത്തത്തിന് എന്തെല്ലാമോ അത്ഭുത സിദ്ധികളുണ്ട്. അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എണ്ണീറ്റിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കും. അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ബ്രഹ്മമുഹൂർത്തം സഹായിക്കുമെന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത്? രാഹുലേ, ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം പാരമ്പര്യമായി എല്ലാവരും പറയുന്ന സംഭവമാണ്. പക്ഷെ അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നത് ബ്രഹ്മമുഹൂർത്ത ടൈമിൽ ചില ആൾക്കാർ എഴുന്നേക്കാൻ പാടില്ല. അതായത് അതിന് കുറേ കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തലേ ദിവസം കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ദഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയും. ഇത് അഷ്ടാംഗ ഹൃദയത്തിൻ്റെ ഒരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ് ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. അതുപോലെ തന്നെ ഗർഭിണികൾ, പിന്നെ ചില കുട്ടികൾ, ചില അസുഖങ്ങളുള്ളവർ, ഇവരൊക്കെ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് ബലം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ സയൻറ്റിഫിക് വശം എനിക്കറിയില്ല. പക്ഷേ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം സൂര്യൻ ഉദിക്കുന്നതിന് 1 മണിക്കൂറും 36 മിനിറ്റും മുൻപുള്ള സമയമാണ്, അല്ലേ? സോ ബേസ്ഡ് ഓൺ സൂര്യോദയ സമയം. ഓരോ സമയമാണല്ലോ. നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 6 മണിയായിരിക്കും. 6 മണിയാണെങ്കിൽ നമുക്കൊരു 4:30 മണി സമയമായിരിക്കും പറയുന്നത്. ചിലപ്പോൾ 6:20, 6:05 അങ്ങനെയൊക്കെ ആണെങ്കിൽ മാറ്റം വരും. പക്ഷെ എന്ത് വന്നു കഴിഞ്ഞാലും രാവിലെ നോക്കൂ, നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, ഇന്ന് ജീവിതത്തിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആര് നോക്കിയാലും ഇവരെല്ലാവരും രാവിലെ 3:30, 4 എഴുന്നേൽക്കുന്നവരായിരിക്കും. ആ സമയം മുതൽ നമുക്കുണ്ടാകുന്ന ടോക്സിക് എനർജി, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന എനർജി ലെവൽ ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളും, അതായത് ആ സമയത്ത് ആയുർവേദം ഔഷധ സേവ നിർദ്ദേശിക്കുന്ന സമയമാണ്. ഔഷധ സേവ മുതൽ എന്ത് നമ്മൾ ആ സമയത്ത് കൺസീവ് ചെയ്യുന്ന എന്താണെങ്കിലും, അതായത് ഞാനൊരു സജഷൻ പറയാം. നാരായണ കവചവും ചൊല്ലുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതായത് നാരായണ കവചം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉളുക്ക് വരില്ല, പൊട്ടൽ വരില്ല, മുറിവ് വരില്ല എന്നൊക്കെയാണ് വിശ്വാസം. അത് കാലക്രമേണ കാലാകാലങ്ങൾ കൊണ്ട് എത്രയോ നമ്മുടെ പഴയ തലമുറക്കാർ ഉൾപ്പെടെ ചെയ്തു വരുന്നതാണ്. ഇവിടെയൊക്കെ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഗായത്രി മന്ത്രം വെള്ളത്തിൽ നോക്കി ജപിച്ചിട്ട്, അതായത് അറ്റ്ലീസ്റ്റ് നമ്മളൊരു 11 പ്രാവശ്യം ഗായത്രി മന്ത്രം ആർക്കും ജപിക്കാം. അപ്പോൾ അവിടെ എന്താ പറയുക, ഒരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഗായത്രി മന്ത്രം എടുത്ത് കയ്യിൽ വച്ചിട്ട് ഗ്ലാസ് കമിഴ്ത്തി വെക്കുക. കമിഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കൈ ഇങ്ങനെ കമിഴ്ത്തി വെക്കുക ഗ്ലാസിൻ്റെ മേളിൽ എന്നതിന് സങ്കല്പം ഇടുക. നേരത്തെ സങ്കല്പത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ എന്ത് സങ്കല്പം ഇട്ടാലും അത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നിട്ട് ഈ വെള്ളത്തിൽ നമ്മൾ ഗായത്രി മന്ത്രം ഒരു 21 പ്രാവശ്യമോ 11 പ്രാവശ്യമോ ജപിക്കുന്നു. നമ്മൾ എന്താണോ ആഗ്രഹം പൂർണ്ണമായിട്ടും ഗായത്രി മന്ത്രത്തിലേക്ക് ജപിക്കൂ. വാട്ടർ എനർജി, വാട്ടറിൻ്റെ മോളിക്യൂൾസിൻ്റെ എനർജി ഭയങ്കര വലുതാണ്, അല്ലേ? ഇത് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് എന്താണ്? വെള്ളമാണ്, അല്ലേ? അപ്പം ഒരു സയൻറ്റിഫിക് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോളിക്യൂൾസിൻ്റെ ചേഞ്ചസ് അറിയാൻ പറ്റും. 2 ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് 2-ൽ 1 ഈ പറയുന്ന ഗായത്രി മന്ത്രം ജപിക്കുകയും 1 സാധാരണ വെള്ളം, 2 കുടിക്കുമ്പോൾ ടേസ്റ്റ് മനസ്സിലാവും. അപ്പം ഈ ജപിച്ച വെള്ളം നമ്മൾ കുടിച്ചിട്ട് നമ്മൾ എന്താണോ ആഗ്രഹം അത് സങ്കല്പം ചെയ്യും. ഇപ്പം ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് എക്സസൈസും, അതായത് ഈ ആധ്യാത്മികമല്ലാത്ത രീതിയിൽ നമ്മൾ ബിസിനസ് ലൈഫിൽ പോകുന്ന ഒരാളാണെങ്കിലും നമ്മുടെ ഡേ ടു ഡേ ഷെഡ്യൂൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കി, അതിൻ്റെ റിസൾട്ട് ഭയങ്കര ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് എല്ലാത്തിനും ഒരു ഓറിയൻറ്റേഷൻ വരും. ആ ഓറിയൻറ്റേഷൻ്റെ എൻഡ് നമുക്ക് കിട്ടുന്ന ഒരു എക്സിക്യൂഷൻ സ്റ്റേജിൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. ഈ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ജപം ചെയ്യുന്നവരാണെങ്കിലും ധ്യാനിക്കുന്നവരാണെങ്കിലും അപ്പോൾ ചെയ്യുന്നതിന് ബലം കൂടുതലുണ്ടാകും. സാധാരണ സമയത്തിനേക്കാളും സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിച്ചിട്ടില്ല. ആ സമയത്തുണ്ടാകുന്ന ഒരു എനർജി എല്ലാ സമയങ്ങളിലും അമ്പലങ്ങളിലും 4 മണിക്ക് എന്താ പറയുക
നിർമാല്യ സമയമാണ്. പക്ഷേ ഈ സൂര്യഗ്രഹണം പതിച്ചിട്ടില്ലാത്ത സമയമാകുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ അത് ചെയ്താൽ പോരെ? യാമങ്ങൾ എന്ന് പറയുന്നത് പല യാമങ്ങളുണ്ടല്ലോ. അതായത് ഈ 3 മണിക്ക് ശേഷമുള്ള സമയം പുലർച്ചെ കാലമല്ലേ. പുലർച്ചെ കാലങ്ങളിൽ ചെയ്യുന്ന സമയത്ത് ഫലം കൂടുതലാണ്. രാത്രി ചെയ്യുന്നവരുണ്ട്. പല ദേവതമാരെയും ജപിക്കുന്നവർ രാത്രിയല്ലേ ചെയ്യുന്നത്. പക്ഷെ ആ ദേവതയുടെ സ്വരൂപം രാത്രിയാണ് ജപിക്കേണ്ടതെങ്കിൽ രാത്രി ജപിച്ചാലേ പറ്റുള്ളൂ. പകൽ ജപിച്ചിട്ട് കാര്യമില്ല. ചില ഭദ്രാളി ഉപാസകരൊക്കെ രാത്രി ജപിക്കുന്നത്. ഭദ്രകാളിയമ്മ ഉണർന്നിരിക്കുന്ന രാത്രി കാലങ്ങളിലാണെന്നാണല്ലോ പറയുന്നത്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു രാത്രിയും പകലും ഉണ്ടെന്ന് പറയുന്നു, അല്ലേ? നമ്മൾ ഈ നമ്മുടെ ഒരു സംഭവം നോക്കിയാൽ മതി. നമ്മൾ രാത്രിയും പകലും മാറി മാറി എക്സ്പെരിമെന്റ് ചെയ്യും. അതിൽ റിസൾട്ട് എവിടെയാണോ അവിടെ ഫോളോ ചെയ്താൽ മതി. ബ്രഹ്മമുഹൂർത്തം എന്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഫലമാണ്. നമുക്ക് വിശ്വാസമില്ലാത്ത കാര്യം പോലും ആളുകൾ പറയുന്നു അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ. അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താണ് അത്ഭുതം? അതായത് മിറാക്കുലസ് ഉണ്ടാവും. നമ്മുടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സങ്കല്പവും നമ്മൾ കൊടുക്കുന്ന എഫേർട്ടും ഉണ്ടെങ്കിൽ മിറാക്കുലസ് ഉണ്ടാവും. എനിക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്ഥിരം, പക്ഷേ ഇവിടെയൊക്കെ ഒരു നമുക്ക് വരുന്ന ക്രൈറ്റീരിയ എവിടെ നിന്നറിയാമോ? രാവിലെ 41 ദിവസം ഒരു മണ്ഡലക്കാലം, അല്ലേ? 41 ദിവസം ആർക്കാ ഇത് ചെയ്യാൻ പറ്റുക? ബുദ്ധിമുട്ടാണ്. അവിടെ അത് ബ്രേക്ക് ചെയ്യുക. 41 ദിവസം നമ്മൾ ഓവർ റൂൾ ചെയ്ത് കണ്ടിന്യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അത്ഭുതം ഉറപ്പായിട്ട് വരും. നമ്മൾ ചെയ്യുന്നതിന് പ്രകൃതിയോട് നമ്മൾ കൊടുക്കുന്ന ഡെഡിക്കേഷനാണ്. ചിലപ്പോൾ 10 ദിവസം ചെയ്യാൻ പറ്റും, 11 ദിവസം. എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു ജോലി MNC കമ്പനിയിൽ കിട്ടിയത് ഈ 40 ദിവസം ചെയ്തിട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ ഒരു പീക്ക് കരിയറിൽ വർഷങ്ങൾക്ക് മുമ്പ് പീക്ക് കരിയറിൽ പോകുന്നതിന് മുൻപായിട്ട് ഞാൻ പല അമ്പലങ്ങളിലും രാവിലെ നിർമ്മാല്യത്തിന് പോകുമായിരുന്നു. പലരും പറഞ്ഞു ഇന്ന അമ്പലത്തിൽ പോകണം, ഇന്നടത്ത് പോകണം. പക്ഷേ ഒരിടത്തും എനിക്ക് 41 ദിവസം പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. 28 ദിവസം 29 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നീ ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ അലാറം കേൾക്കില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ ഉണരില്ല. ഞാൻ ചക്കുളത്ത് കാവിൽ സ്ഥിരം പോകുമായിരുന്നു ഒരു സമയത്ത്. നിർമ്മാല്യമല്ല, ഇത്ര വെള്ളിയാഴ്ച പോകണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകാനുള്ള കാരണം ചക്കുളത്തമ്മയുടെ മാർക്കറ്റിംഗ് കമേഴ്ഷ്യലാണെന്ന് പല ആൾക്കാരും ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ചു, കമേഴ്ഷ്യലാണെങ്കിലും എനിക്ക് ആ ചൈതന്യത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ പോയി. പക്ഷേ എല്ലാവരും പറയുന്ന പോലെ എനിക്ക് സംഭവിച്ചു. അതായത് 4ാമത്തെ പ്രാവശ്യവും ഞാൻ ഒരു ക്രമരീതിയുണ്ട്. ആ ക്രമരീതിയിൽ ഏറ്റവും ലാസ്റ്റ് ഞാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പോയി. അപ്പോൾ എനിക്ക് ഗ്രേസ് പീരീഡ് 2 മണിക്കൂറുണ്ട്. അവിടെ എത്താനും 2 മണിക്കൂറുണ്ട്. പക്ഷെ ഞാൻ വഴിതെറ്റിപ്പോയി. സ്ഥിരം പോകുന്ന വഴിയാണ്, ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്, വേറെ ആരുമില്ല. വഴിതെറ്റി ഞാൻ വീണ്ടും തിരിച്ചവിടെ എത്തുന്ന സമയത്ത് നിർമ്മാല്യം കഴിഞ്ഞു. അപ്പം അനക്കൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ സമയത്താണ് എന്നോട് പറയുന്നത്, അമ്പലത്തിൽ പോകുന്നത് എന്തിനാ, നിങ്ങളിലുണ്ടല്ലോ ഈശ്വരൻ, നിങ്ങൾ വീട്ടിലും ചെയ്തോടെ. അപ്പോഴെനിക്കൊന്നും വിശ്വാസമില്ല. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം ഒരു MNC കമ്പനിയിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ ഇതുപോലെ 41 ദിവസം ചെയ്തു. 3 പ്രാവശ്യം ചെയ്തു. 3 പ്രാവശ്യവും പകുതി വഴിയിൽ നിന്നു. അതിനുശേഷം ചെയ്തു, എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു. അത് എൻ്റെ ആ ഒരു ഏജിൽ വലിയൊരു മിറാക്കുലസ് ആണ്, അല്ലേ? അപ്പോൾ ഓരോ ആൾക്കാരുടെയും ഓരോ സെഗ്മെൻറ്റേഷനിലും ഏജിൽ നടക്കുന്ന ആഗ്രഹങ്ങളുടെ ഡെപ്ത് അനുസരിച്ചിട്ട് മിറാക്കുലസ് ഉണ്ടാകാം.